നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തം. നിരവധി ബൈക്കുകൾ കത്തിനശിച്ചു. തീ പടർന്നു പിടിച്ചത് 4ാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന പാർക്കിങ്ങിൽ. ആളപായമില്ല. തൃശൂരിലെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയകളിലും അധികൃതരുടെ പരിശോധന. കേച്ചേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചത് ഇരട്ടി ഉളിക്കൽ പുതുമനമുഴിയിൽ റോബർട്ടിന്റെ ഭാര്യ ഡെന്നി. അപകടത്തിൽ മറ്റു 3 പേർക്ക് ഗുരുതര പരിക്ക്. ബസ് റൂട്ട് എന്ന ത്രാങ്ങാലിക്കാരുടെ സ്വപ്നം പൂവണിഞ്ഞു. കിഴക്കേ ത്രാങ്ങാലി നിളവായനശാല പ്രദേശത്തേക്ക് സ്വകാര്യ ബസ് സർവീസ് ആരംഭിച്ചു. യാത്രാ പ്രതിസന്ധിക്ക് പരിഹാരമായതിന്റെ ആഹ്ലാദത്തിൽ പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തം. നിരവധി ബൈക്കുകൾ കത്തിനശിച്ചു. 4ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്ന പാർക്കിങ്ങിലാണ് തീപിടുത്തമുണ്ടായത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തമാണുണ്ടായത്. 100 കണക്കിന് ബൈക്കുകൾ കത്തിനശിച്ചു. രാവിലെ 6:30 മണിക്ക് ശേഷമാണ് തീപിടുത്തമുണ്ടായത്. കാരണം വ്യക്തമായിട്ടില്ല. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. റെയിൽവേ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി. പാർക്ക് ചെയ്തിരുന്ന ഒരു ഇരുചക്ര വാഹനത്തിൽ നിന്ന് മറ്റു വാഹനങ്ങളിലേക്ക് തീ പിടിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടമുണ്ടായപ്പോൾ തന്നെ ആളപായം ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചെന്നും റെയിൽവേ വിശദീകരിച്ചു. സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. DRM അന്വേഷണം വേണമെന്നാണ് കേന്ദ്രമന്ത്രിയുടെ ആവശ്യം. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് അടിയന്തരമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി K. രാജൻ അറിയിച്ചു. അപകടത്തിന്റെ പ്രഭവകേന്ദ്രം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായും റവന്യൂ മന്ത്രി പറഞ്ഞു. കോർപ്പറേഷൻ അനുമതി ഇല്ലാതെയാണ് പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്ന് തൃശൂർ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് പ്രതികരിച്ചു. ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഡെപ്യൂട്ടി മേയർ അറിയിച്ചു. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന വ്യാപകമായി പെയ്ഡ് ആൻഡ് പാർക്ക് സെന്ററുകളിൽ പോലീസ് പരിശോധന നടത്തുമെന്നും DGP വ്യക്തമാക്കി. റെയിൽവേ ലൈനിൽ നിന്ന് തീപ്പൊരി വീണ് തീ പടർന്നതായാണ് പ്രാഥമിക സംശയമെന്നാണ് DGPയുടെ നിരീക്ഷണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിങ്ങിൽ തീപിടുത്തമുണ്ടായ പശ്ചാത്തലത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയകളിൽ അധികൃതർ പരിശോധന നടത്തി. RPF ഷൊർണൂർ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി പാർക്കിംഗ് നടത്തിപ്പുകാർക്ക് അധികൃതർ നിർദ്ദേശങ്ങൾ നൽകി. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലുണ്ടായ വൻ തീപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയകളിലും അധികൃതരുടെ പരിശോധന നടന്നത്. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന ബൈക്ക്, കാർ എന്നിവ നിർത്തുന്ന 3 പാർക്കിംഗ് ഏരിയകളിലായിരുന്നു പരിശോധന. ഷൊർണൂർ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം സ്റ്റേഷൻ ഓഫീസർ ഗോവിന്ദൻകുട്ടിയുടെയും ഷൊർണൂർ RPFൻ്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി പാർക്കിംഗ് നടത്തിപ്പുകാർക്ക് അധികൃതർ ആവശ്യമായ നിർദ്ദേശം നൽകി. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രത്യേകം വിഭാഗത്തിൽ നിർത്തുക, തീ അണയ്ക്കാനുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കുക, പാർക്കിംഗ് ഏരിയകളിലെ ഉണങ്ങിയ ഇലകൾ നീക്കം ചെയ്യുക തുടങ്ങിയ പ്രധാന ആവശ്യമായ നിർദ്ദേശങ്ങളാണ് അധികൃതർ നൽകിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേച്ചേരിയിൽ വാഹനാപകടത്തിൽ വീട്ടമ്മ മരിച്ചു. പുതുമനമുഴിയിൽ റോബർട്ടിന്റെ ഭാര്യ 54 വയസ്സുള്ള ഡെന്നിയാണ് മരിച്ചത്. കേച്ചേരി ചിറനല്ലൂർ വില്ലേജ് ഓഫീസിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ മറ്റു 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പുതുമനമുഴിയിൽ വീട്ടിൽ റോബർട്ടിന്റെ ഭാര്യ 54 വയസ്സുള്ള ഡെന്നിയുടെ മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. പരിക്കേറ്റ മകൻ 22 വയസ്സുള്ള ജസ്വിൻ, പുതുമനമുഴിയിൽ വീട്ടിൽ സക്കറിയയുടെ ഭാര്യ ഗ്രേസി 57 വയസ്സ് എന്നിവരെയും ഹൈദരാബാദ് സ്വദേശിയായ 48 വയസ്സുള്ള നാൽവ കൃഷ്ണയെയും ഉടൻ തന്നെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ വാഹനങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളം ത്രാങ്കാലി നിവാസികളുടെ ഒരു വലിയ സ്വപ്നം പൂവണിഞ്ഞു. ഈ വഴി ഒരു ബസ് സർവീസ് എന്നത് കിഴക്കേ ത്രാങ്കാലി നിള വായനശാല പ്രദേശത്ത് താമസിക്കുന്നവരുടെ ദീർഘകാലമായുള്ള അഭിലാഷമായിരുന്നു. നമുക്ക് വാണിയംകുളത്തേക്കോ അല്ലെങ്കിൽ കൂനത്തറയ്ക്കോ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളുള്ളവരെ കുട്ടികളെ എടുത്ത് നടന്നു പോകേണ്ട, പണ്ടൊന്നും ഓട്ടോറിക്ഷയിലൊന്നും അങ്ങനെ പോയില്ല. നമ്മൾ നടന്നിട്ട് തന്നെ ബസ് എവിടെയാണോ എത്തുന്നത് അതുവരെ നമ്മൾ നടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുട്ടികളെ, ഒരു കുട്ടി ചിലപ്പോൾ ഒക്കത്തുണ്ടാവും, ഒരു കുട്ടി കയ്യിലും പിടിച്ചിട്ട് നടന്നു പോകേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ അങ്ങനെയാണ് പോയിരുന്നത്. അതിനൊക്കെ വ്യത്യാസമായി കുറച്ചു കാലം മുമ്പ് ത്രാങ്ങാലിന്റെ ഒരു ബസ് വരാൻ, സെന്ററിൽ കൂടെ ഒരു ബസ് വരാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടി. പക്ഷെ ഈ പ്രദേശത്ത് അപ്പോഴും ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് മാനന്തവാടിക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരമാണ്.
അതുപോലെ തന്നെ താങ്ങാലി സെന്ററിലേക്ക് പോകാന്ന് പറഞ്ഞാലും ദൂരാണ്. പിന്നെ പൂനത്രയ്ക്ക് പോകണമെങ്കിൽ ഓട്ടോറിക്ഷ 100 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തിട്ടും പോകണം. അങ്ങനെ ഈ പ്രദേശത്തെ നമ്മളാകെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഇതുമായിട്ട് ഉണ്ണേട്ടൻ വന്നതും. ഉണ്ണേട്ടൻ ജനകീയനായ ഒരു മെമ്പറാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള ജനകീയ പ്രവർത്തനങ്ങളിൽ നമ്മുടെ വാർഡിലുള്ള എല്ലാ ആളുകളും, അതുപോലെ തന്നെ എന്താ പറയാ പൊതുപ്രവർത്തകരും അതുപോലെ വായനശാല പ്രവർത്തകരും ഒക്കെ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എത്തരത്തിലൊക്കെ ഏർപ്പെടാൻ പറ്റി നമ്മുടെ ജനകീയ പ്രശ്നങ്ങൾ ഏർപ്പെടാൻ പറ്റിച്ച ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നിരവധിയായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. റൂട്ടിൽ അമർനാഥ് എന്ന പേരിലുള്ള സ്വകാര്യ ബസ്സാണ് സർവീസ് ആരംഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ നഗരസഭാ കൗൺസിലർ ഇ രാജഗോപാൽ, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ശശീന്ദ്രൻ, ഡി ശങ്കരനാരായണൻ, ബസ്സുടമ കെ പ്രിയേഷ്, മാനേജർ ജോസ്, അനിയൻ മേനോൻ, കെ അഭിനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. ബസ് റൂട്ടിൻ്റെ ക്രമീകരണം ഇങ്ങനെ: ചോറോട്ടൂരിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് ഒറ്റപ്പാലത്തെത്തും. തിരിച്ച് വാണിയംകുളം കൂനത്തറയിൽ എത്തി ആര്യങ്കാവിൻ്റെ മുന്നിലൂടെ ഗ്രാമോദയ വായനശാല വഴി ദിവസവും രാവിലെ 8:01 ബസ് ആദ്യം കിഴക്കേ ത്രാങ്ങാലിയിൽ നിന്ന് പുറപ്പെടുക. തുടർന്ന് തിരിച്ച് ഈ വഴിയിലൂടെ തന്നെ ഒറ്റപ്പാലത്തെത്തും. ദിവസവും 5 സർവീസാണ് ഉണ്ടാകുക. കൂനത്തറയിലേക്കും കവളപ്പാറയിലേക്കും മാന്നന്നൂർ റേഷൻ കടയിലേക്കുമെല്ലാം നടന്നു വലഞ്ഞവർക്ക് പുതിയ ബസ് റൂട്ട് വലിയ ആശ്വാസമാണ്. മുൻ പഞ്ചായത്ത് അംഗം ഡി ശങ്കരനാരായണൻ മുൻകൈയെടുത്താണ് ബസ് റൂട്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. നാടിൻ്റെ ആവശ്യം നിറവേറ്റാൻ പല ബസ് മാനേജർമാരെയും സമീപിച്ചെങ്കിലും സർവീസ് ആരംഭിക്കാൻ ആരും തയ്യാറായില്ല. പിന്നീട് പി മമ്മിക്കുട്ടി MLAയുടെ ജനകീയ സദസ്സ് വാണിയംകുളം പഞ്ചായത്ത് ഓഫീസിൽ നടന്നു. അവിടെ ബസ് റൂട്ട് എന്ന ആവശ്യം ഉന്നയിച്ചു. അപേക്ഷ അപ്പോൾ തന്നെ MLA RTOയ്ക്ക് കൈമാറി. റൂട്ട് എടുക്കുന്നതിന് വേണ്ടി അമർനാഥ് ബസ് മാനേജർ ജോസ് സന്തോഷത്തോടെ മുന്നോട്ട് വന്നു. മാനദണ്ഡങ്ങളെല്ലാം മറികടന്ന് ഇപ്പോൾ ബസ് റൂട്ട് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇതിനിടെ പുതിയ മോഡൽ ബസ് തന്നെ വേണമെന്ന നിയമവും വന്നു. ബസ് ഓണർ തന്നെ ചേസെടുത്ത് ബോഡി കെട്ടിയിറക്കി ബസ് റൂട്ട് പാസ്സാക്കിയെടുക്കുകയായിരുന്നു. ചോറോട്ടൂരിൽ നിന്ന് പുറപ്പെട്ട് ഒറ്റപ്പാലം കൂനത്തറ ആര്യങ്കാവ് വഴി കിഴക്കേ ത്രാങ്ങാലിക്ക് നാട്ടുകാരുടെ സ്വപ്നമായ ബസ് ഓടിത്തുടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കനാൽ മറികടന്നു പോകാനുള്ള വഴിയിലെ കൽപ്പടവുകൾ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. മണ്ണൂർ 1-ാം മൈൽ കല്ലമ്പറമ്പ് റോഡിലേക്ക് പോകാനുള്ള കൽപ്പടവുകളാണ് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ഭീഷണിയാവുന്നത്. പ്രശ്നപരിഹാരത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ഇറിഗേഷൻ വകുപ്പിനും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുമെന്ന് വാഗ്ഡംഗം VM അൻവർ സാദിഖ് പറഞ്ഞു. 1-ാം മൈൽ മയിൽസ്വാമിയാറി മഠം, 1-ാം മൈൽ മദ്രസ എന്നിവിടങ്ങളിലേക്ക് പോകാനുള്ള എളുപ്പവഴിയാണിത്. മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും വീണ് പരിക്കേൽക്കുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വീണ് പരിക്കേറ്റിരുന്നു. അരനൂറ്റാണ്ടിന് മുൻപ് നിർമ്മിച്ച കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച പടവുകളാണിത്. പടവുകൾ തകർന്നതോടെ ജനങ്ങളുടെ യാത്ര ദുരിതമായിട്ടുണ്ട്. പലതവണ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇന്നേ വരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഇതിങ്ങനെ കിടക്കാന്ന് പറഞ്ഞാൽ ചെയ്യുക. എല്ലാ വയസ്സായ ആൾക്കാർക്കൊക്കെ വരാനും പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇതിൽ കുറേ ചികിത്സയിൽ മാസക്കണക്കിലിരുന്നു. ഇത് കാലങ്ങളായി സംഭവം അല്ലേ? അങ്ങനെ കുറേ കാലമായി. ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പുണ്ട്. ഇതിപ്പോ നമുക്ക് അത്യാവശ്യം മാറ്റി കിട്ടണം അല്ലേ? ജനങ്ങൾക്ക് ഒരു സഹായമായി. ഈ വഴി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ജനകീയ ആവശ്യം. ഇറിഗേഷൻ്റെ പരിധിയിലുള്ളതാണ് ഈ സ്ഥലം. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട വാർഡംഗം VM അൻവർ സാദിഖ് സംഭവ സ്ഥലത്തെത്തി നാട്ടുകാരുടെ പരാതി ചോദിച്ചറിഞ്ഞു. ഇക്കാര്യത്തിൽ ഇറിഗേഷനും ബന്ധപ്പെട്ട മന്ത്രിക്കും പരാതി നൽകുമെന്നും അനുമതി ലഭിച്ചാൽ ആരും ചെയ്തില്ലെങ്കിലും സ്വന്തം ചെലവിൽ ചെയ്യുമെന്നും VM അൻവർ സാദിഖ് അറിയിച്ചു. താൻ വിജയിച്ചാൽ കാലങ്ങളായുള്ള ഈ ആവശ്യം നടപ്പിലാക്കുമെന്നും 8-ാം വാർഡ് അംഗം VM അൻവർ സാദിഖ് ഉറപ്പു നൽകിയിരുന്നു. മണ്ണൂർ പഞ്ചായത്തിൽ 8-ാം വാർഡിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ 8-ാം വാർഡിലേക്ക് വന്നപ്പോൾ തന്നെ ഈ പ്രദേശവാസികളുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ കനാലിൻ്റെ ഈ സ്റ്റെപ്പ്. കാലങ്ങളായി ഈ സ്റ്റെപ്പ് തകർന്നു കിടക്കുകയാണ്. നിരവധി ആളുകളോട് പരാതി പറഞ്ഞിട്ടും അതൊരു പരിഹാരം കാണുന്നില്ല. അത് ശരിയാക്കി തരണം എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളുടെ പ്രധാന ആവശ്യം നോക്കുമ്പോൾ അത് വളരെ അടിയന്തരമായൊരു ആവശ്യം തന്നെയാണ്. ആളുകൾ, കുട്ടികൾ, മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ, പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ, അതുപോലെ വയസ്സായ ആളുകൾ, അങ്ങനെ നിരവധി ആളുകൾ, അവർക്കെല്ലാം പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. പല ആളുകളും ഇതിലൂടെ നടന്നു പോകുമ്പോൾ വീഴാൻ പോകുന്ന അവസ്ഥയാണ്. കുട്ടികളെല്ലാം, ഞാനടക്കം 1-2 തവണ സ്ലിപ്പായ ഒരവസ്ഥ ഇവിടെ ഉണ്ടായി.
അതുകൊണ്ട് അടിയന്തരമായി അധികാരികൾ ഇത് ഉടനെ തന്നെ പരിഹരിക്കാൻ ഇറിഗേഷൻ്റെ മുന്നിൽ ഇത് പരാതി കൊടുക്കുന്നുണ്ട്. ഇറിഗേഷൻ മന്ത്രിയുടെ മുന്നിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം കൊടുക്കുന്നുണ്ട്. അവർ അനുമതി തരികയാണെങ്കിൽ ഇത് ജനങ്ങളുടെ പരിഹാരം എന്ന നിലയിൽ ഇനി ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ, അധികാരികൾ ചെയ്തില്ലെങ്കിൽ, MLA ചെയ്തില്ലെങ്കിൽ, പഞ്ചായത്ത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇതിന് മുൻകൈയെടുത്ത് ചെയ്യും. അതിന് അനുമതി കിട്ടാൻ വേണ്ടി ഞാൻ ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്തേക്ക് ഇന്നു മുതൽ ഞാൻ പോവുകയാണ്. ഇത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് എന്ന നിലയ്ക്ക് ഇതിന് പ്രഥമ പരിഗണന നൽകുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലേക്കും വിജയിച്ച മെമ്പർമാർക്കുള്ള സ്വീകരണവും സ്നേഹവിരുന്നും നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ശ്രദ്ധയും അനുഭാവപൂർണ്ണമായ പരിഗണനയും മുള്ളൂർക്കര അങ്ങാടിക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതലൊന്നും സംസാരിക്കാൻ എന്തായാലും ജനപ്രതിനിധികളാണ്, നമുക്ക് എല്ലാവരും എപ്പോഴും കാണുന്നത്. മാത്രമല്ല ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വളരെ രാഷ്ട്രീയത്തിൽ പരിചയസമ്പന്നനായ, ഭരണത്തിലിരുന്നിട്ടും വളരെ പരിശ്രമിക്കുന്നതായ ആളാണ് മുള്ളൂർക്കര പ്രസിഡന്റ് പറയുന്നത്. നമുക്ക് വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ആ നിലയ്ക്ക് വളരെ സൗഹാർദ്ദപരമായിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങളും ഈ നാട്ടിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന ഉപകാരപ്രദമായ ഏത് പദ്ധതികളുടെയും പിന്നിൽ കൂടെ നിങ്ങളിവിടെ ഞങ്ങളുണ്ടാവും. ഞങ്ങളാൽ കഴിയുന്ന ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ മറ്റു രീതിയിലോ എന്ത് സഹായവും സഹകരണം എന്നും പഞ്ചായത്തിനുണ്ടാവുന്ന ഒരു ഉറപ്പുമൊഴിക്കുക തരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഒരുപാട് ഇനി സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഒരുപാട് പറഞ്ഞു തന്നെ പോകാനുണ്ട്. അതിനൊന്നും മുതലുന്നില്ല. എന്തായാലും ഈ അവസരത്തിൽ ഇവരെ എല്ലാവരും ഒരുമിച്ച് കാണാനും എൻ്റെ അവസരം ഇത് സൃഷ്ടിക്കാനും നമുക്ക് കഴിഞ്ഞ് നമ്മുടെ മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. എല്ലാവരുടെയും എല്ലാവിധ സഹായവും സഹകരണവും നിങ്ങൾക്ക് വേണം. യൂണിറ്റ് പ്രസിഡന്റ് KM മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി PM ഹംസ ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് വിശിഷ്ട വ്യക്തികളെ പൊന്നാട അണിയിച്ച് മൊമന്റോ നൽകിയും ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് നൌഷാദ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൽ സലാം, വനിതാ പ്രസിഡന്റ് ധന്യ ഷിബു, മറ്റ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി CS നൌഫൽ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ KM പ്രേമൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ കവളപ്പാറ NSS കരയോഗത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിച്ചു. NSS ഡയറക്ടർ ബോർഡ് അംഗവും ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ P നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് OP ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം NSS കോളേജ് പ്രൊഫസർ ഡോക്ടർ സജീവ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. OP ബാലകൃഷ്ണൻ എഴുതിയ കവളപ്പാറക്കാരി എന്ന 2ാം പതിപ്പ് ഡോക്ടർ സജീവ് പ്രകാശനം ചെയ്തു. താലൂക്ക് NSS യൂണിയൻ സെക്രട്ടറി P ജയചന്ദ്രൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഒറ്റപ്പാലം താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് K കോമളം, സെക്രട്ടറി P പുഷ്പലത, മുണ്ടായ കരയോഗം സെക്രട്ടറി നാരായണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജയരാജ് കവളപ്പാറ സ്വാഗതവും K ദിനേശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ക്യാൻസർ രോഗികൾക്കുള്ള മുടി ശേഖരണ പരിപാടിയിൽ പങ്കാളിയായി പറളി കോട്ടപ്പള്ള വീട്ടിൽ ജയപ്രകാശ് സബിത ദമ്പതികളുടെ മകൾ കുമാരി മിഥുന. വർഷങ്ങളായി കാത്തുസൂക്ഷിച്ച തലമുടി ക്യാൻസർ രോഗികൾക്ക് നൽകുന്നതിൽ തനിക്ക് സന്തോഷവും അഭിമാനവുമാണെന്ന് മിഥുന പറഞ്ഞു. വർഷങ്ങളായി കാത്തുസൂക്ഷിച്ച തലമുടി ക്യാൻസർ രോഗികൾക്ക് നൽകുന്നതിൽ തനിക്ക് സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് മിഥുന പറഞ്ഞു. എൻ്റെ പേര് മിഥുന. ഞാൻ കോയമ്പത്തൂരിലാണ് പഠിക്കുന്നത്. AI കോഴ്സ് എടുത്തിരിക്കുന്നത്. എനിക്കിങ്ങനെ മുടി വെട്ടണം എന്ന് ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഡൊണേറ്റ് ചെയ്താൽ അത് അവർക്ക് ഇങ്ങനെ യൂസ് ആവുമല്ലോ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചെയ്തു. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കോയമ്പത്തൂരിലെ ഒരു സ്വകാര്യ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയാണ് കുമാരി മിഥുന. ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് മുരളി VK, ട്രഷറർ നാരായണൻ P, പ്രവർത്തകൻ NS ബ്രിജേഷ്, മണ്ണൂർ പഞ്ചായത്ത് അംഗം MC വിശ്വം എന്നിവർ സംസാരിച്ചു. മണ്ണൂർ പഞ്ചായത്തിലെ സാംസ്കാരിക നമ്മുടെ ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പറളിയിലുള്ള നമ്മുടെ എന്താ വീട്ടുപേരുന്ന കോട്ടപ്പള്ള വീട്ടിലുള്ള മിഥുനയുടെ മുടി ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയുള്ള എന്താ പറയുക സംഭാവനയായിട്ടാണ് മിഥുന ഇത് ചെയ്തിരിക്കുന്നത്.
ഒരുപക്ഷെ ഈ കാലത്ത് ഏറ്റവും അനിവാര്യമായ എല്ലാ പുതിയ തലമുറയ്ക്ക് മാതൃകയാവുന്ന രീതിയിലുള്ള ചില പ്രവർത്തനമാണ് മിഥുന ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. തൻ്റെ നീളം കൂടിയ മുടി അന്യർക്ക് വേണ്ടി നൽകാനുള്ള ഈ മനസ്സ് കാണിച്ച മിഥുനയെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു, അഭിനന്ദിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിന് പിന്തുണ നൽകിയിട്ടുള്ള ഈ കുടുംബാംഗങ്ങൾക്കും EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. മണ്ണൂർ പഞ്ചായത്തിൻ്റെ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നതിലും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളിലും കുറച്ച് വർഷങ്ങളായി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സന്നദ്ധ സംഘമാണ് EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാടനാകുറിശ്ശി ശ്രീനാരായണ കമ്പനിക്ക് സമീപം കരിമ്പനക്കൽ അയ്യപ്പൻ കോവിലിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. ചേറമ്പറ്റ തൃക്കാമണ്ണ ബ്രഹ്മശ്രീ സുധീഷ് ഭട്ടതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും സമൂഹാർച്ചനയും നടന്നു. വാരണാസി SN നഗറിലെ കരിമ്പനക്കൽ ശ്രീ അയ്യപ്പൻ കോവിലിലെ അയ്യപ്പൻ വിളക്ക് ഉത്സവം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ ചേറമ്പറ്റ തൃക്കാരമണ്ണ ബ്രഹ്മശ്രീ സുധീഷ് ഭട്ടതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും തുടർന്ന് സമൂഹാർച്ചനയും നടന്നു. മേളത്തിന് ശേഷം ഉച്ചതിരിഞ്ഞ് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പുമുണ്ടായി. ദീപാരാധനയ്ക്ക് ശേഷം പന്തലിൽ നൃത്തം, തായമ്പക, അയ്യപ്പൻ പാട്ട്, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, പൊലിപ്പാട്ട്, ഡബിൾ തിരിയൊഴിച്ചൽ, വെട്ടും തടവോടുകൂടി അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് സമാപ്തി കുറിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കരകല്ലൂർ ശ്രീ പഴങ്കോട് അയ്യപ്പ ക്ഷേത്രത്തിൽ ആഴിപൂജയും അഖണ്ഡനാമ ജപയജ്ഞവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. നൂറുകണക്കിന് ഭക്തർ ആഴിപൂജയിൽ പങ്കെടുത്തു. കലിയുഗ പ്രത്യക്ഷ ദൈവമായ ശ്രീധർമ്മശാസ്താവിൻ്റെ ഇഷ്ടവഴിപാടാണ് ആഴിപൂജ. ശനിദോഷ നിവാരണത്തിനും സൽസന്താന ലബ്ധിക്കും സർവ്വദോഷപരിഹാരത്തിനുമാണ് ആഴിപൂജ നടത്തുന്നത്. താന്ത്രികാചാര്യൻ ബ്രഹ്മശ്രീ രഞ്ജിത്ത് രാമനാരായണ സ്വാമി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 48ാമത്തെ വർഷത്തെ അഖണ്ഡനാമയജ്ഞം നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് രണ്ടാമത്തെ വർഷമാണ് ആഴിപൂജ നടക്കുന്നത്. ഇതിന് രണ്ടിനും ജനങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ട്. ഒരാഴ്ച കൊണ്ട് ഇവിടെ വന്ന് ഞാൻ ഒരു ദിവസം പെട്ടെന്ന് ചുറ്റുവിളക്ക് വയ്ക്കാൻ ഒരു സംവിധാനം ഞാൻ ഉണ്ടാക്കി. അതിന് ഞാൻ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് തന്നെ ദേവസ്വത്തിന് വിളിച്ചപ്പോൾ ദേവസ്വം പറഞ്ഞു പൊളിഞ്ഞ മതിൽ മുഴുവൻ നേരാക്കിക്കോളാൻ പറഞ്ഞു. അതിനനുസരിച്ച് ബാക്കി ഉള്ളിലെ ടൈല് എല്ലാം ഒരു പുനരുദ്ധാരണം തന്നെയാണ് നടത്താൻ സാധിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് വർക്കുകൾ ബാക്കിയിട്ട് അതിന് എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കുന്നു. മണ്ണൂർ കിഴക്കുംപുറം മഞ്ചമൂർത്തി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും വൈകിട്ട് ചുറ്റിവിളക്കും നടന്നു. പ്രധാന വിശേഷങ്ങളിലൊന്നാണ് തിരുവാതിര മഹോത്സവം. ഇന്ന് കാലത്ത് തൊട്ട് വിശേഷാൽ പൂജകൾ ഉണ്ടായിരുന്നു. മഹാഗണപതി ഹോമം, തുടർന്ന് രുദ്രാഭിഷേകം മിനി ശബരിമലയിലെ പ്രഭാകരാനന്ദ സ്വാമി വന്ന് നിർവഹിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് പ്രസാദകൂട്ട് സമുചിതമായി ഉണ്ടായി. ധാരാളം ഭക്തജനങ്ങൾ അതിൽ പങ്കെടുത്തു. വൈകിട്ട് ചുറ്റുവിളക്ക്, അതിനുശേഷം പേരും പഞ്ചാക്ഷരം ഭജന സംഘം അവതരിപ്പിച്ച ഭജന ഉണ്ടായിരുന്നു. തുടർന്ന് ശ്യാം സുന്ദറിന്റെ ഭാവന നൃത്തകലാലയത്തിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച നൃത്ത പരിപാടിയാണ് ഈ ആഘോഷത്തിന്റെ സമാപനം. രാത്രി പേരൂർ ഭജന സംഘം അവതരിപ്പിച്ച ഭജന ഭക്തിസാന്ദ്രമായി. തുടർന്ന് ഭാവന നൃത്തകലാലയം ശ്യാം സുന്ദറിന്റെ നേതൃത്വത്തിൽ നടന്ന നൃത്ത സബരിയുണ്ടായി. നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തം. നിരവധി ബൈക്കുകൾ കത്തിനശിച്ചു. തീ പടർന്നു പിടിച്ചത് 4ാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന പാർക്കിങ്ങിൽ. ആളപായമില്ല. തൃശൂരിലെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയകളിലും അധികൃതരുടെ പരിശോധന. കേച്ചേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചു. മരിച്ചത് ഇരട്ടി ഉളിക്കൽ പുതുമനമുഴിയിൽ റോബർട്ടിന്റെ ഭാര്യ ഡെന്നി. അപകടത്തിൽ മറ്റു 3 പേർക്ക് ഗുരുതര പരിക്ക്. ബസ് റൂട്ട് എന്ന ത്രാങ്ങാലിക്കാരുടെ സ്വപ്നം പൂവണിഞ്ഞു. കിഴക്കേ ത്രാങ്ങാലി നിളവായനശാല പ്രദേശത്തേക്ക് സ്വകാര്യ ബസ് സർവീസ് ആരംഭിച്ചു. യാത്രാ പ്രതിസന്ധിക്ക് പരിഹാരമായതിന്റെ ആഹ്ലാദത്തിൽ പ്രദേശവാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.